നമസ്കാരം. കേരളത്തിൽ വലിയൊരു നിരാഹാര സമരം നടക്കാൻ പോണേ. അത് നമ്മുടെ സ്വന്തം ചേരാനല്ലൂർ ആണെന്ന് പറയുമ്പോൾ അതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എടപ്പള്ളി മുതൽ മൂത്തകുന്നം വരെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത ഒരു ദേശത്തെ തന്നെ രണ്ടായി കീറി മുറിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചേരാനല്ലൂർ പഞ്ചായത്ത് പോലെ തന്നെ ഈ മൂത്തകുന്നം വരെയുള്ള എല്ലാ മേഖലകളെയും കീറി മുറിച്ചു പോകുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടണേ. ഒരു നാട് തന്നെ രണ്ടായി വിഭജിച്ചു പോകുമ്പോൾ ആ നാട്ടിലുള്ളവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് ഈ ദേശീയപാതയുടെ പണി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും അണ്ടർപാസ് വേണം എന്ന ആവശ്യവുമായി സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. അതിനൊരു തീരുമാനവും ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാന്യനായ MP ഹൈബീഡൻ, MLA ശ്രീ വിനോദ്, അതുപോലെ തന്നെ നമ്മുടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അങ്ങനെ പ്രധാന വ്യക്തികൾ അണിനിരക്കുന്ന, ഈ നാട്ടിലെ ജനങ്ങൾ അവരോടൊപ്പം അണിനിരക്കുന്ന വലിയൊരു സമരം, വലിയൊരു നിരാഹാര സമരം ഈ ചേരാനല്ലൂരിൽ അടുത്ത ശനിയാഴ്ച മാർച്ച് 8-ാം തീയതി രാവിലെ 10 മണി മുതൽ 5 മണി വരെ നടക്കണേണ്. അതുകൊണ്ട് തന്നെ എടപ്പള്ളി മുതൽ മൂത്തകുന്നം വരെയുള്ള എല്ലാവരും അവരുടെ ഒരു പ്രാദേശിക ആവശ്യമായി കണ്ടുകൊണ്ട് ഇന്നേക്കും നാളേക്കും ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആ സമരത്തിൽ എല്ലാവരും പങ്കെടുക്കണം എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കണേ. ഞാനുണ്ടാവും ആ സമരത്തിന് അവരോടൊപ്പം, കാരണം അത് നമ്മുടെ ആവശ്യമാണ്. അപ്പം എല്ലാവരും ആ സമരമുഖത്തേക്ക് ഞാൻ ക്ഷണിക്കണേ. പിന്നെ ഹൈബീഡൻ അവിടെ വരുമ്പോൾ എനിക്ക് വരാൻ പറ്റാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ഈ ഒരു കഥ പറയാം. ഈ കഥ പറഞ്ഞ എന്തിനാണെന്നറിയാമോ? നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുറച്ച് വ്യത്യസ്തമായ കാര്യമുണ്ടെങ്കിൽ കേൾക്കാനൊരു സുഖമില്ല. നമ്മൾ ഐസ്ക്രീമിലൊക്കെ ഈ നട്ട്സ് ഇട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുള്ള അതുപോലെ. അപ്പോൾ ഞാൻ ഈ പറയാൻ പോണ കാര്യം ഇത് രാഷ്ട്രീയമല്ല, തികച്ചും വ്യക്തിപരമാണ്. ഹൈബിയുടെ അപ്പച്ചൻ ജോർജിയൻ സാറും എൻ്റെ അപ്പച്ചനും സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഈ ജോർജിയൻ സാറ് ഇടയ്ക്ക് വീട്ടിൽ വരും. അദ്ദേഹത്തിനും ജീപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജീപ്പിൽ വരുമ്പോൾ ഞാനന്ന് കൊച്ചുകുട്ടിയാണ്, ഓടി നടക്കണ പ്രായം. അപ്പോൾ ആ ജീപ്പ് വീടിൻ്റെ മുമ്പിൽ കൊണ്ടു നടുമ്പോൾ ഞാൻ പതുക്കെ പതുക്കെ കയറി ജീപ്പിനകത്തിരിക്കും. അത് അദ്ദേഹം പലാവർത്തി കണ്ടിട്ടുണ്ട്. ഒരു ദിവസം എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ജീപ്പ് കൊണ്ടുവന്നിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ജീപ്പിൻ്റെ പിന്നിൽ 2 സീറ്റുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിരിക്കുന്ന. അതിലൊരു സീറ്റ് അഴിച്ചിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് തന്നു. ഞാൻ അന്തം വിട്ടുപോയി. അപ്പം ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നാലോചിച്ച് നോക്കി. അതാണ് പലർക്കും ഈ നമ്മൾ കാണാത്ത പല മുഖങ്ങളുണ്ട് അവിടെ. ഹൈബിയുടെ അപ്പച്ചനെന്ന് ചെയ്തതാണ്. അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും അവന് ഇനി സ്ഥിരമായിട്ട് അവൻ്റെ ഇഷ്ടം വീട്ടിലിരുന്നതിന് നിറവേറിക്കോട്ടെ എന്ന്, ആയിരിക്കാനുള്ള ആഗ്രഹം. അപ്പോൾ ആ ജീപ്പിൽ കയറിയിരുന്നപ്പോൾ അതിൻ്റെ സീറ്റ് വരെ അഴിച്ചെൻ്റെ വീട്ടിൽ തന്ന വലിയൊരു മനുഷ്യനാണ് ജോർജിയുടെ. അദ്ദേഹത്തിന് മകനിന്ന് ഈ സമരത്തിന് വരുമ്പോൾ അവിടെ എനിക്ക് ഉണ്ടാകണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. കാരണം ഞാൻ താമസിക്കുന്നത് ചേരാനല്ലൂരാണ്. അപ്പോൾ ഇതുപോലെ പല പല മുഖങ്ങളും പലർക്കും ഉണ്ട്, ആരും അറിയാത്ത മുഖങ്ങൾ. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമാണ്. അത് ഞാനൊന്ന് ഷെയർ ചെയ്താണ് എല്ലാവരും ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ പറയുക, ഒരു സന്തോഷമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. അപ്പം ഞാൻ വീണ്ടും പറയണതാണ്, നമുക്ക് എല്ലാവർക്കും ശനിയാഴ്ച ഈ 8-ാം തീയതി ചേരാനല്ലൂരിൽ നമുക്ക് ആ നിരാഹാര സമരത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുക്കാം. ഓക്കെ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു മനസ്സോടുകൂടി